ഗുരുവായൂർ പോയതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയാലും ചെങ്ങന്നൂരിൽ നിന്ന് കേരള എക്സ്പ്രസ്സിൽ തൃശ്ശൂർ സ്റ്റോപ്പിലോട്ടൊരു ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ നോക്കിയതാണ്. പക്ഷേ ബഡ്ജറ്റ് അത്ര ഫ്രണ്ട്ലി അല്ലായിരുന്നു. ഏകദേശം 5 വർഷത്തിന് മേലായി ഞാൻ ട്രെയിൻ യാത്ര പോയിട്ട്. നല്ല സിനിമാറ്റിക് വ്യൂവിൽ ട്രെയിനിൻ്റെ വരവ് ഞാൻ വീഡിയോ എടുത്തതാണ്. ആ ട്രെയിൻ എന്നെ അങ്ങോട്ട് പാസ് ചെയ്ത് പോയത് ഞാൻ മൂക്കും പൊത്തി ഓടി. കുറേ ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ആ സുഗന്ധപൂരിതമായ അന്തരീക്ഷം അതൊന്നും എന്നെ കഴിക്കാൻ അനുവദിച്ചില്ല. എങ്ങനെയും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ടോയ്ലറ്റിൻ്റെ ഒരു സ്മെല്ല്. അമ്മേ, പാസഞ്ചേഴ്സും അതോറിറ്റിയും ഒന്നിച്ച് പ്രവർത്തിച്ചാലേ ഇതൊക്കെ ശരിയാവത്തുള്ളൂ. അല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ വെളിയിലത്തെ കാഴ്ചകളൊക്കെയാണ് എന്നെ ആശ്വസിപ്പിച്ചത്. ട്രെയിനിൽ കയറി ആ നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചു തിരിച്ചു വരുമ്പോൾ ബസ്സിൽ തന്നെ മതി. അവിടെയും ഞാൻ ചതിക്കപ്പെട്ടു. അതെന്താന്ന് ഞാൻ വഴിയേ പറയാം. അങ്ങനെ അവസാനം തൃശ്ശൂരെത്തി. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് വയറ്റിൽ പൂരം തന്നെ നടക്കുന്നു. തൃശ്ശൂർ ഇറങ്ങിയ പാടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. റൈസിനകത്ത് ചിക്കൻ കറി വെച്ച് തന്നു. അതാണ് ബിരിയാണി. പിന്നെ പപ്പടവും ഇല്ലായിരുന്നടോ. പിന്നെ ഒരു സൂപ്പർ ഫാസ്റ്റൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ ഹോട്ടലിലെത്തി. ഉടനെ തന്നെ കുളിച്ച് കുട്ടപ്പയ്യായി അമ്പലത്തിൽ ചെന്ന്. ഈ പാതിരാത്രിയിലും എന്താ ആളവിടെ? ഞങ്ങളെപ്പോലെ തന്നെ. അവിടെ ചെന്നപ്പോൾ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പായിരുന്നു. ഏതൊക്കെയോ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ പോയെ, പക്ഷെ ഒന്നും ഇങ്ങോട്ട് നടന്നില്ല. പിന്നെ ഇറങ്ങിയും കയറിയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് അവിടുത്തെ സ്റ്റേജിലെ പെർഫോമൻസൊക്കെ കണ്ട് ഞാനും കുറച്ച് പെർഫോമൻസൊക്കെ കാഴ്ചവെച്ച് വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉലാത്തി. പിന്നെ ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിമ, അതൊരു രൂപം മേടിക്കാൻ വേണ്ടി പോയി. അമ്മമാർക്ക് 2 പേർക്കും വേണമെന്ന് നിർബന്ധം. ഇച്ചിരി കൂടുതലാണ്, എന്നാലും മേടിച്ചില്ലേ സീനാണേ. രാത്രി മൊത്തം അവിടെ കറങ്ങണമെന്ന് തന്നെയായിരുന്നു പ്ലാന്. ഏകദേശം അതുപോലൊക്കെ തന്നെ നടന്നു. കുറച്ച് കടകളിലൊക്കെ കയറി ഇതൊക്കെ കണ്ട് പിന്നെ കുട്ടികളുടെ പെർഫോമൻസൊക്കെ കണ്ട് നേരെ നടന്നപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് അമ്പലക്കുളത്തിൽ ഗുരുവായൂരപ്പൻ നിൽക്കുന്ന കണ്ടു. അതൊക്കെ കണ്ട് നേരെ നടന്നപ്പോഴാണ് ആലോചിച്ചത് ഫുഡ് കഴിച്ചില്ല. ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ നിർമ്മാല്യം തൊഴുത് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോഴത്തേക്കും ഞാൻ തലറങ്ങി വീഴും. അതുകൊണ്ട് നേരെ ഞങ്ങൾ പടിഞ്ഞാറേ നടയിലുള്ളൊരു ഷോപ്പിൽ പോയി. ദോശ കള്ളം കാപ്പിയും വടയും വധവുമായിരുന്നു. പിന്നെ ചടപടയെന്ന് റൂമിലെത്തി അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച്. ഒരു സ്പെഷ്യൽ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർ പോയത്. അപ്പോൾ നമുക്ക് മുല്ലപ്പൂ വേണ്ടേ? മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ വേണ്ടി ക്യൂവിൽ വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് കയറൽ ഇച്ചിരി കൂടുതലാണ് ആൾക്കാർക്ക്. എങ്കിലും നിർമ്മാല്യമൊക്കെ തൊഴുത് വന്ന് പിന്നെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് മാല ഇടണമെന്ന് തോന്നിയായിരുന്നു. റെസീറ്റൊക്കെ എടുത്ത് മണ്ഡപത്തിൽ കയറി മാലയിട്ട്. ചിലവ് 1050. ഓഹ്, ഗുരുവായൂർ പോയാൽ മമ്മിയൂരിൽ പോയില്ലെങ്കിൽ എന്താ ആഘോഷമല്ലേ. അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ഇതാ കണ്ടത്. നല്ല വിഷമമായിട്ടോ. ആനയെ ഇഷ്ടമാണെങ്കിലും അത്രത്തോളം പേടിയുമുണ്ട്. പുറകിൽ നിന്നൊരു ചവിട്ട് കിട്ടിയതാണേ. പിന്നെ ഷടപടാന്ന് തുണിയൊക്കെ മാറ്റി വീട്ടിലോട്ട് ഒരു ദോശയൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന വഴിയാണ് ആ ചതി കിട്ടിയത്. ബസ് കേടായി. പിന്നെ കട്ട പോസ്റ്റ്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. നല്ല മഴയുണ്ടായിരുന്നു. കോട്ടയത്തുനിന്ന് ഒരു ഊണും കഴിച്ച് വീട്ടിലോട്ട്. അങ്ങനെ ശുഭം. ബായ്.